പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുവാനുള്ള സാഹചര്യം ഞാൻ നടത്തണമെന്ന് വിചാരിച്ചില്ല, നടത്തിക്കുക. മോഹൻ സിംഗിനെ നമ്മളെ നടത്താൻ പ്രേരിപ്പിക്കുക. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് സമയത്തും UDF യോഗങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസിൽ നിന്നും എല്ലാം നേടി അതിനുശേഷം കേരള കോൺഗ്രസിനെയും UDF വഞ്ചിച്ചു എന്ന് അദ്ദേഹം നിരന്തരമായി ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അതിന് ഒരു മറുപടി, ആരാണ് പാർട്ടിയെ വഞ്ചിച്ചത്, ഞാൻ എന്തു വഞ്ചിച്ചു എന്ന് മോൻസ് ജോസഫിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു 10 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളോടുകൂടി തുറന്ന കത്ത് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടിയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായി എനിക്ക് ചോദിക്കാനുള്ള, സജി മഞ്ഞക്കടമ്പൻ പാർട്ടിയിൽ നിന്നെല്ലാം നേടിയ ശേഷം പാർട്ടിയെ വഞ്ചിച്ചു പോയി എന്ന് താങ്കൾ പാർട്ടി വേദികളിലും UDF വേദികളിലും നിരന്തരം പ്രസംഗിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 2, കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാനും ഇടുക്കി ജില്ലാ പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ കൺവീനറുമായപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ UDF ഇട്ട സാഹചര്യത്തിൽ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന എന്നെ എന്ത് അയോഗ്യത പേരിലാണ് മാറ്റി നിർത്തിയാണ് UDF സംസ്ഥാന സമിതി അംഗമായിരുന്ന മോൻസ് ജോസഫ് അന്ന് UDF ജില്ലാ ചെയർമാൻ സ്ഥാനം അങ്ങേറ്റെടുത്തത്. മറ്റു ജില്ലകളിലൊക്കെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു ജില്ലാ ചെയർമാന്മാരും കൺവീനർമാരും. എന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പിന്നെ മൂന്നാമത്തെ ചോദ്യം, ജോസ് കെ മാണി വിഭാഗം UDF ഇട്ട ശേഷം പാലായിൽ നിന്നുകൊണ്ട് ശക്തമായി കേരള കോൺഗ്രസിനെ നേരിട്ട് UDF വേണ്ടി പോരാടിയ ജില്ലാ പ്രസിഡന്റായിരുന്ന എന്നെ ഒഴിവാക്കി മറുപക്ഷത്തു നിന്ന് പ്രിൻസ് ലൂക്കോസിനെ അന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിപ്പിച്ചത് എന്ത് കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനിയെങ്കിലും അദ്ദേഹം വെളിപ്പെടുത്തണം. അന്ന് സ്വാഭാവികം നമുക്കറിയാം, മോൻസ് ജോസഫ് പടുത്തുരുത്തി 2ാമത് സീറ്റിൽ ജില്ലാ പ്രസിഡന്റായി എനിക്ക് സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പ്രിൻസ് ലൂക്കോസിനെ അദ്ദേഹം കൊണ്ടുവന്ന് മത്സരിച്ച് എന്തിനാണ് ഇപ്പോഴെങ്കിലും മറുപടി പറഞ്ഞാൽ മതി. എന്റെ അയോഗ്യത എന്തായിരുന്നു അദ്ദേഹം പറയണം. 3, 4 കാലങ്ങളായി നമുക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആരാണോ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും DCC പ്രസിഡന്റ് ചെയർമാനുമാകുന്ന സാഹചര്യത്തിൽ ഇത്തവണ മാറ്റം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ആകണം. അതിനുവേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചെയർമാനാക്കാനും അദ്ദേഹം കളിച്ച്. അപ്പൊ എന്നെ മാറ്റി നിർത്തിയത് എന്റെ എന്ത് അയോഗ്യത കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുക്കുന്ന പാനലിൽ നിന്ന് പോലും എന്നെ മാറ്റി നിർത്തിയത് അത് എന്റെ എന്ത് അയോഗ്യത കൊണ്ടാണെന്ന് അദ്ദേഹം ഇനിയെങ്കിലും വെളിപ്പെടുത്തണം. പിന്നെ 5, 2003 നവംബർ 9, 10 തീയതികളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാലാ നെല്ലിയാരി ലാൻഡ് ക്ലബിൽ 400 അംഗങ്ങളെ അണിനിരത്തി രാവിലെ 9 മണി മുതൽ 5 മണി വരെ നടന്ന ക്യാമ്പിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതായി. ആ ക്യാമ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര ഭംഗിയായിട്ട് നടക്കുന്നത്. ആ ക്യാമ്പിൽ ജില്ലാ പദയാത്ര, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പദയാത്ര പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് കാര്യങ്ങൾ നടത്തി വന്നപ്പോൾ ഒരാഴ്ച മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു, റബ്ബർ മാർച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്റെ ജില്ലാ പദയാത്ര പൊളിക്കാനായി റബ്ബർ മാർച്ച് പ്രഖ്യാപിച്ച് എന്റെ ജില്ലാ പദയാത്ര പൊളിക്കുക, അതായത് നമ്മളെ ഫ്രെയിമിൽ നിന്ന് മാറ്റി നിർത്തുക അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അത് എന്തിനു വേണ്ടിയായിരുന്നു? 6, പോഷക സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. പാർട്ടി നടക്കുമ്പോൾ അതിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആകുന്നത് സാധാരണഗതിയിൽ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ജോയ് എബ്രാഹാമാണ് ആ ചുമതല വഹിക്കേണ്ടിരുന്നത്, റിട്ടേണിംഗ് ഓഫീസർ. കഴിഞ്ഞ ദിവസം KSC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രീ മോൻസ് ജോസഫ് തന്നെ അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസർ ചുമതല ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, KSC ഭാരവാഹി യോഗ്യത അദ്ദേഹം പറഞ്ഞത് റബ്ബർ മാർച്ചിൽ കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയം വരെ പൂർണ്ണമായ നടന്ന ആളുകൾ കൈമുക്കാൻ ആവശ്യപ്പെട്ടു. ആ റബ്ബർ മാർച്ചിൽ മോൻസിന്റെ മോള് പങ്കെടുത്തു. മോൻസ് അവിടെ നിങ്ങൾ പറഞ്ഞ 30 കിലോമീറ്റർ കടുത്തുരുത്തിയിൽ നിന്ന് ഒരാളെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. എന്റെ യാത്രയ്ക്ക് ബദലായിട്ട് പുള്ളി വെച്ചതാ. കടുത്തുരുത്തി 8 മണിക്ക് തുടങ്ങി, കണക്കാരിയായപ്പോൾ ആളെല്ലാം പോയി, അദ്ദേഹം നടന്നു വീണു. അത് കഴിഞ്ഞ് ഫ്രാൻസിസ് കുറച്ച് നയിച്ചു. ഞാൻ ഇടയ്ക്ക് പല വരെ പോയിരുന്നു, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ. അതിനുശേഷം മോൻസിന്റെ മോള് വന്ന് അദ്ദേഹത്തിന് കലക സ്റ്റോക്സ് കൊടുക്കാനും മരുന്ന് വെള്ളം കൊടുക്കാനും ഒക്കെ മകളെ അദ്ദേഹം മകളോട് കൂട്ടി നല്ല കാര്യം അങ്ങനെ സഹായിക്കാൻ വന്ന മോള് പൂർണ്ണമായിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആ കൊച്ചിനോട് പറഞ്ഞു കൊണ്ട് ഈ കേസിലെ സമ്മേളനം നടക്കുമ്പോൾ ഫ്രണ്ട് എത്തിച്ചു പറഞ്ഞു, കടുത്തുരുത്തി മുതൽ കോട്ടയം വരെ പൂർണ്ണമായി നടന്നവർ കൈവെക്കാൻ. ആ കൊച്ചിനെ കൊണ്ട് കൈവെക്കിയാണ് അദ്ദേഹം ആ കൊച്ചിനെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറക്കിയത്, വളഞ്ഞ വഴിയിൽ അല്ലേ ഇറക്കിയത്. 7, കടുത്തുരുത്തിയിൽ നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 30 കിലോമീറ്റർ 5 മണിയുമ്പോൾ തിരുനക്കരയിൽ എത്തുന്ന പ്രഖ്യാപിച്ച റബ്ബർ മാർച്ച് പാതി വഴിയിൽ നിർത്തി ഈ പ്രവർത്തകരെ ബസ്സിൽ കയറ്റി മോൻസ് ഉൾപ്പെടെ നേതാക്കൾ കാറിൽ സഞ്ചരിച്ചും തിരുനക്കരയിൽ എത്തിച്ച് കഷ്ടിച്ച് 400 പേർ മാത്രം പങ്കെടുക്കുന്ന യോഗത്തിൽ ഉദ്ഘാടകനായി പ്രതിപക്ഷ നേതാവിനെ എത്തിച്ച് അപമാനിച്ച താങ്കളുടെ മാർച്ചിൽ ഒരാളെങ്കിലും മുഴുവൻ സമയം പങ്കെടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. കാരണം മാർച്ച് നടന്നിട്ടില്ല. എനിക്കറിയാം, ഏറ്റുമാനൂരിൽ നിന്ന് നീലമംഗലം പാലം വരെ ബസ്സെ കൊണ്ടുവന്നു, മോൻസ് നടക്കാൻ പറ്റായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഓർക്കണം,
എങ്ങനെയാ വെച്ചിരുന്നത്? 5 മണിക്ക് വി ഡി സതീശൻ മൈതാനത്ത് വരുമെന്ന് പറഞ്ഞു. 5:30. 5 മണിയായപ്പോ മാർച്ച് നീലിമംഗലം ഭാഗത്ത് നിന്ന് മംഗളത്തിനടുത്തപ്പോ ഞാൻ ചോദിച്ചു, പ്രതിപക്ഷ പോകും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, പോണൊരു രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ. അദ്ദേഹം എടുത്ത പ്ലാൻ നാഗമ്പടത്തു നിന്നും റെയിൽവേ സ്റ്റേഷൻ വഴി മനോരമ വഴി തിരുനക്കരയിലേക്ക്. ഞാൻ പറഞ്ഞു 7 എത്തുക എന്ന് പറഞ്ഞു. വേണമെങ്കിൽ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുണ്ട് ഞാനാ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് തിരുനക്കര നാഗമ്പടം നേരെയാക്കി 5:30 ഓടിച്ചിങ്ങോട്ട് എങ്ങനെയും ഇവിടെ കയറ്റി പ്രതിപക്ഷ ഉദ്ഘാടനം ചെയ്തു. 400 രൂപ നിങ്ങൾ ഞാൻ കണ്ടതാണ്. അപ്പൊ ആരെങ്കിലും ഇതിനകത്ത് പൂർണ്ണമായിട്ട് പങ്കെടുത്തോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ 8ാമത്തെ പ്രസക്തമായ ചോദ്യം, കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ KM മാണി സാറിന്റെ സന്തത സഹചാരിയും ആദർശ രാഷ്ട്രീയത്തിന്റെ ആളുകളുമായിരുന്ന CF സാറിനെ ചെയർമാൻ ആക്കാതിരിക്കാൻ അന്ന് കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് CF സാർ ചെയർമാനായ കേസ് പരാജയപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് CF സാറിനെ ചെയർമാൻ ആക്കാതിരിക്കാൻ ബോധപൂർവം ശ്രീ മോൻസ് ജോസഫ് നേതൃത്വം കളിയിൽ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയർമാനാകുന്നത്. അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹം ചെയർമാനായിട്ട് ഒരു ദിവസം കൂടി ചെയർമാനായി ഇരുന്നിട്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമായിരുന്നു. അതിന് ഏക ഉത്തരവാദിത്വം മാണി വിഭാഗക്കാരോടുള്ള മോൻസിന്റെ കടുത്ത വിരോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. 9, കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മാണി വിഭാഗത്തിൽ നിന്ന് വന്നവർ ആകണമെന്നും മാനദണ്ഡം അന്നുണ്ടാക്കി. ഞാൻ വന്നപ്പോ മാനദണ്ഡം ഉണ്ടാക്കി. അന്ന് യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് എന്നെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആക്കുകയും അങ്ങയുടെ ബിനാമി ഇടപാടുകളിലും സ്വകാര്യ ഇടപാടുകളിലും എന്തെന്ന് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചാൽ മതി, സ്വകാര്യ ഇടപാടുകളിലും പങ്കെടുത്തിരുന്ന മൂവർ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫിനെ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നിർബന്ധം പിടിച്ചിരുന്നുവെങ്കിലും മാണി വിഭാഗത്തിൽ നിന്നും എന്നോടൊപ്പം കടന്നു വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മുദ്രവലെ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് എന്റെയും ജോയി ബ്രാഹമിന്റെയും നിർബന്ധത്തിനുമാണെങ്കിൽ PJ ജോസഫ് അഴകിനാൽ അങ്ങയുടെ വെട്ടിപ്പിടുത്തക്കാരനായ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കാൻ സാധിക്കാത്ത അന്ന് മുതൽ താങ്കൾ എന്നോട് കാട്ടിയ ശത്രുതയല്ലേ മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ സ്ഥിതി അന്ന് തുടങ്ങിയതാണ്. അദ്ദേഹത്തിനോട് വരേക്ക് അദ്ദേഹത്തിന്റെ ആളിനെ ജെയ്സൺ ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനാണ് എന്നെ അന്ന് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആക്കി. എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി വഹിക്കാനായിരുന്നില്ല. അന്ന് അജിത് മുദ്രവല ജില്ലാ പഞ്ചായത്ത് അംഗം അദ്ദേഹത്തെ ആക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു നായർ വിഭാഗത്തിൽപ്പെട്ടയാണ് ആകണമെന്ന് ഞാൻ ശക്തമായി നിർബന്ധം പിടിച്ചുകൊണ്ടാണ് സത്യത്തിൽ അജിത് മുദ്രവല സംസ്ഥാന പ്രസിഡന്റ് ആയത്. ജെയ്സിനെ അതാക്കാൻ പറ്റാപോയത്. ആ നിമിഷം മുതൽ അന്ന് മുതൽ എന്നോട് തുടങ്ങിയ ഉപദ്രവമാണ്. അതൊക്കെ മറുപടി വിട്ടെ. പിന്നെ 2023 നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും ഈ കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ ബിനാമി 2023 നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും സ്വകാര്യ ഇടപാടുകളുടെ സുഹൃത്തുമായ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ബിനാമിയെ പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നടത്തിയ വില കുറഞ്ഞ കളികൾ പാർട്ടിയിലും നാട്ടിലും പാട്ടാണ്. മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോൾ എന്റെ ജില്ലാ ഓഫീസർ സെക്രട്ടറിയായി അങ്ങയുടെ ബിനാമിയായി ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അങ്ങ് നിർബന്ധപൂർവ്വം അന്ന് തന്നെ എന്റെ മുകളിൽ സൂപ്പർ പ്രസിഡന്റ് ആക്കി താങ്കൾ വാഴിക്കുകയും ചെയ്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായി അദ്ദേഹത്തെ നിയമിക്കുകയും എന്നെ ഇലക്ഷൻ രംഗത്തും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയുമായിരുന്നു ഈ നീക്കങ്ങളെന്ന് അരിയാഹാരം കഴിക്കുന്നത് അവർക്ക് ബോധ്യമുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്നെ അപമാനിച്ച് വിടക്കാക്കി തനിക്കാക്കുവാനുള്ള ദുരുദ്ദേശപരമായ നീക്കങ്ങൾ നടത്തിയ താങ്കളല്ലേ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചത്? അദ്ദേഹമാണ് വഞ്ചിച്ചത്, ഞാനല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ബോധപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി വലിയ നീക്കം നടത്തി. എനിക്ക് പറ്റിയത് ഏറ്റവും വലിയ രാഷ്ട്രീയ ജീവിതത്തെ പറ്റിയാവുന്നത് ഞാൻ പാർട്ടിയിൽ ഈ തുടക്കം പോലെ വിഷയമുണ്ടോ എന്ന് ഞാൻ ആരെ അറിയിച്ചില്ല. ഞാൻ എല്ലാ പാർട്ടി ചെയർമാനെ അറിയിച്ചു, അദ്ദേഹത്തിന്റെ മാനെ അറിയിച്ചു. ജോയി ബ്രാഹത്തിന് കുറച്ചറിയാം, BJ സാറെ ഞാൻ പുറത്തേക്ക് വിട്ടില്ല. സത്യത്തിൽ ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വേറെ മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ സമയത്തും ആത്മാർത്ഥമായി പറയുന്നു, ഒരിക്കലും കേരള കോൺഗ്രസും UDP ഭിന്നിപ്പുണ്ടാവുന്നു എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാം മറച്ചു വെച്ചു. ആ മറച്ചു വെച്ചത് എന്റെ വലിയൊരു തെറ്റാണ് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ പറഞ്ഞേ വെള്ളം ഒഴുകി പോയിട്ട് ചിറകെട്ടിട്ട് കാര്യമില്ല. വെള്ളം ഒഴുകി വെള്ളം പോയി പോട്ടെ. പിന്നെ സാധാരണ സമ്മപ്പ് ചെയ്യുന്നുള്ളൂ. സാധാരണ ലാസ്റ്റ് ചോദ്യം നിർത്തി. ലാസ്റ്റ് സാധാരണ കുടുംബത്തിൽ സാധാരണ കുടുംബത്തിൽ റേഷൻ കടക്കാരന്റെ മകനായി ജനിച്ചു വളർന്ന അന്ന് KM മാണി സാറിന്റെ രാഷ്ട്രീയ കരുനോക്കത്തിന്റെ ഫലമായ അബദ്ധത്തിൽ MLA മോൻസ് ജോസഫിന് ഇപ്പോൾ കോടികളുടെ ആസ്തി ഉണ്ട് എന്ന് രാഷ്ട്രീയ ആളുകൾ പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? എനിക്കറിയില്ല. രാഷ്ട്രീയ CPM-കാരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തുന്ന MLA എന്നാണ് അങ്ങേ ആളുകൾ വിശേഷിപ്പിക്കുന്നതും കോടികളുടെ സമ്പാദ്യം വിദേശത്തുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ആയതിനാൽ അങ്ങയുടെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ അങ്ങ് തയ്യാറാണെങ്കിൽ വെളിപ്പെടുത്തില്ല, ഇല്ലേ വേണ്ട. കേരള കോൺഗ്രസിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഞാൻ കേരള കോൺഗ്രസിനെ ഞാനാണ് വഞ്ചിച്ചത്. അത് പ്രത്യേകിച്ച് അയലോക്കാരൻ്റെ പുള്ളിക്ക് നമ്മുടെ ജിബിനറിയാം. എന്റെ പിതാവ് എനിക്ക് സമ്പാദിച്ചു തന്ന വസ്തുക്കൾ നഷ്ടപ്പെടുത്തി രാഷ്ട്രീയബോധം നടത്തിയ ആളാണ് ഞാൻ. എനിക്ക് പറയാൻ സാധിക്കും. ആയതിനാൽ എന്റെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അങ്ങ് വെളിപ്പെടുത്തുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് സ്നേഹാദരങ്ങളോടെ സജി മഞ്ഞക്കട എടുത്തുകൊള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഇതിനിടയ്ക്ക് 26-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി.
കെ എം മാണി സാറിന്റെ ഉഗ്ര പ്രതാപകാലത്ത് മന്ത്രിയായ സമയത്തൊക്കെ ഞാൻ ഈ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞാനൊന്നും രാഷ്ട്രീയം കൊണ്ട് ഒന്നും മുതലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കൈക്കാശ് മുടക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒരിടത്തും ഞാൻ അഴിമതി നടത്തുന്നതാരും പറയില്ല, അഴിമതിക്കാരാണെന്ന് പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ലാതെ അബദ്ധത്തിൽ MLA ആയി ഇച്ചിരി കാശ് കൈ വന്നപ്പോഴത്തേനും ബാക്കി എല്ലാവരും തീർക്കുമെന്ന് പറഞ്ഞപ്പോ മോൻസ് ജോസഫ് പറഞ്ഞു. ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷം എന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞു. നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നു, UDF യോഗത്തിൽ പറയുന്നു, കേരള കോൺഗ്രസ് യോഗത്തിൽ പറയുന്നു. സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് എല്ലാം നേടി. എന്ത് നേടി എന്നാ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഈ കേരള കോൺഗ്രസ് ജോസഫ് മാണി ഈ ഗ്രൂപ്പ് വളർന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി LDFിലേക്ക് പോയപ്പോൾ UDFിൽ നിൽക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി CF തോമസ് സാറിനൊപ്പം ഞാൻ UDFിൽ നിന്നു. ആ UDFിൽ നിന്നുകൊണ്ട് പാലായിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസിനെ നേരിട്ട് ഏറ്റുമുട്ടിയവൻ ഞാനാണ്. ഈ പറഞ്ഞ മോൻസ് ജോസഫ് പത്തപ്രസാദം കൂടെ ഇറക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആ പാലായിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസുമായി ഏറ്റുമുട്ടി ജോസഫ് വിഭാഗത്തെ കോട്ടയത്ത് 1-ാം നമ്പർ പാർട്ടിയാക്കി ഞാൻ മാറ്റി. അതിന് ഞാൻ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സിൽബന്ധികളും എടുത്ത് മഞ്ഞക്കടമ്പൻ ജില്ലാ പ്രസിഡന്റ് പരിപാടി ഒന്നും നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തതല്ലേ? ക്യാമ്പിനകത്ത് അതിന്റെ കുക്കിയെ കൊണ്ട് അകത്തോട്ടുണ്ട്. ഇത് ഞാൻ നടത്തിയ പരിപാടിയുടെ 1/3 ഭാഗം മാത്രമേ ഉള്ളൂ. 1/1. അപ്പൊ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും UDFിന് വേണ്ടിയും പരിപാടി നടത്തുകയും ഇവിടെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ അവരെ ചെറുതാക്കിയപ്പോഴാണല്ലോ ജോസഫ് വിഭാഗം വളർന്നത്. ഞാനിപ്പോ പറഞ്ഞ അഭിമാനത്തോടെ പറയുന്നു, കോട്ടയം പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസിൽ ലഭിച്ചത് മോൻസ് പറയുന്ന അദ്ദേഹത്തിന്റെ റബ്ബർ മാർച്ച് 1000 കണക്കിന് ആളുകൾ അണിയിച്ചേർന്ന റബ്ബർ മാർച്ച് കൊണ്ട് പേടിച്ച് വിറച്ച് കോൺഗ്രസ് സീറ്റ് തന്നതാണ്. റബ്ബർ മാർച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പകുതി പോലും നടന്നില്ല. തിരുനക്കര മൈതാനത്തെ 400 പേരുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയുന്നു, അതുകൊണ്ടല്ല, ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ കോട്ടയം ജില്ലയില് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ശക്തമായി കേരള കോൺഗ്രസിൽ പരിപാടി സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് എന്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ വരുത്തി തീർന്നത് കൊണ്ട് മാത്രമാണ് സീറ്റ് കിട്ടിയതെന്ന് ഞാൻ പറയുന്നു. എനിക്കാരും സംശയവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യാഹ്നത്തിൽ ഇങ്ങനെ ഇറങ്ങപ്പോണെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറം എല്ലാം സഹിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളുണ്ടായ പീഡനങ്ങളൊന്നും ഞാൻ പുറത്ത് വിട്ടില്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്ത് DCC ഓഫീസിൽ ആദ്യ യോഗം ചേരുമ്പോ അവിടെ നിങ്ങളിപ്പോ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന നാട്ടക സുരേഷ്, ജോയി ഇബ്രാഹിം, മോൻസ് ജോസഫ്, ഞാൻ KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത്രയും പേര് ഇന്ന് വിൽസൺ മാത്യൂസ് ഇരുന്ന് യോഗം ചേരുമ്പോ അപ്പോ അദ്ദേഹം മോൻസ് ജോസഫ് പറഞ്ഞു, നമുക്ക് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എടുക്കണം. ശ്രീ നാട്ടക സുരേഷ് പറഞ്ഞു, അതിന് എന്താ തർക്കിക്കാൻ സംശയം, അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. കാലാകാലങ്ങളിൽ DCC പ്രസിഡന്റ് ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൺവീനറും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്തു വായിൽ പറഞ്ഞ വാക്ക്, അത് ആഗസ്റ്റ് സാറും നമ്മുടെ കുര്യൻ ജോയൊന്നും വള്ളിനിക്കിട്ട് നടക്കുന്ന പിള്ളേരല്ലായിരുന്നു പറഞ്ഞു. അപ്പൊ നാട്ടക സുരേഷ് അവിടെ നോക്കി, സുരേഷ് മോൻസെ, നമ്മൾ പോയി വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഒന്നിച്ച് ഈ കോട്ടയത്തോടെ ചായം കുടിച്ച് തരാപല നടന്നതാണ്. നിങ്ങൾ ഭാഗ്യത്തിൽ MLA, ഞാൻ MLA ആയിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വള്ളിനിക്കറിൽ ഇട്ടേക്കുന്നത്, നിങ്ങൾ വള്ളിനിക്കിട്ടാണോ ഇട്ടിരിക്കുന്നത് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേനും പതുക്കെ നാട്ടക സുരേഷിനെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ടുപോയി. സുരേഷ് നുണ പറയുക എനിക്കറിയില്ല, മാറ്റിക്കൊണ്ടുപോയി. സുരേഷിനോട് പറഞ്ഞു, സുരേഷ് ഞാനും സുരേഷ് തമ്മിലുള്ള പ്രശ്നമല്ല, ഞങ്ങളുടെ പാർട്ടിലെ ചില പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സുരേഷിനോടല്ല പ്രശ്നം, എന്നോടാ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് എന്നെ അതിനെ വിളിച്ച് പറയുകയും ചെയ്തു. എനിക്കിതൊക്കെ ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് ചെയർമാനാകാൻ മുടിഞ്ഞ ആഗ്രഹം ആകട്ടെ എന്ന് ഞാൻ വിട്ടു. ചെയർമാൻ സാറും ഞാൻ കൺവീനർ സാറും ഞാൻ വിട്ടു കൊടുത്തു വെച്ചു. ഞാൻ എന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കണമല്ലോ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജില്ലാ UDF ചെയർമാനും ജില്ലാ പ്രസിഡന്റുമായ എനിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിടത്തും ഒരു ചുമതലയുമില്ല, ഒരിടത്തും നമുക്ക് സംസാരിക്കാൻ പോലും അവസരമില്ല. അല്ലെങ്കിൽ UDF ജില്ലാ ചെയർമാനും ജില്ലാ പ്രസിഡന്റുമായ ഞാൻ അവലോകനത്തിന് താഴെ നിലത്തായി കസറിലായിരിക്കുന്നത് പലപ്പോഴും. ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ ഞാനൊന്നും മിണ്ടാൻ പോകില്ല, നമ്മുടെ സഹിക്കാം. ഏതായാലും നമ്മുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ്. അവസാനം ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം ഞാൻ തലേദിവസം അന്വേഷിച്ചു എങ്ങനെയാ. അപ്പൊ ഞാൻ നമ്മുടെ ഒരു പാർട്ടി നേതാവിനോട് ചോദിച്ചു, വള്ളി നിൽക്കിട്ട് നടക്കുന്ന പിള്ളേർക്ക് വല്ലതും നോമിനേഷൻ കൊടുക്കുമ്പോൾ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പാർട്ടി നേതാവ് പറഞ്ഞു, അത് പാടായിരിക്കും, അതല്ല അവനല്ലേ തീരുമാനിക്കുന്നത് തോന്നുന്നു. ഏതായാലും ആ നോമിനേഷൻ കൊടുക്കുന്നതിന് നിങ്ങൾ രാവിലെ 9:30 മണിക്ക് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് വരാൻ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറുള്ള ഫോൺ എനിക്ക് വന്നു. ഞാൻ വന്നു. നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. 100ഓളം പേരുണ്ടായിരുന്നു. വിവിധ ജില്ലകളിൽ 100ഓളം പേരുണ്ടായിരുന്നു. ഞാൻ മോൻസ്, തിരുവഞ്ചൂര്, ഫ്രാൻസിസ് ജോർജ്, നമ്മുടെ ജോയി ഇബ്രാഹിം, അസീസ് ബഡായി തുടങ്ങിയവരെല്ലാം ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ നാടകം തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ മോൻസ് പറഞ്ഞു, നമുക്ക് 5 പേർക്കാണ് ഇലക്ഷൻ കമ്മിറ്റി കയറാം. അതായത് 11:30 നോമിനേഷനാ. 11 മണിക്ക് അവിടെ ഇരിക്കുന്നത് കൂട്ടിക്കോണം. തലേദിവസം തീരുമാനിച്ച് 5 പേർക്കാ കയറാവുന്നത്. അപ്പം ഉടനെ മോൻസ് പറയുന്നു, രാധാകൃഷ്ണൻ ചേട്ടൻ വേണം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ കയറുന്നില്ല, ഞങ്ങളുടെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കയറി, DC പ്രസിഡന്റ് കയറിക്കോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നാടകത്തിൽ പങ്കാളിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, രാധാകൃഷ്ണൻ ചേട്ടൻ ഇല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ നടക്കുകയില്ല, നോമിനേഷൻ സ്വീകരിക്കുകയെന്നായി മോൻസിന്റെ ഭാഗം. ഉടനെ രാധാകൃഷ്ണൻ ചേട്ടൻ സമ്മതിക്കുന്നു.
അപ്പൊ സ്ഥാനാർത്ഥിയും പറഞ്ഞു രാധാകൃഷ്ണൻ ചേട്ടൻ വേണം. ഞാനൊരു തർക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോമിനേഷൻ ചേർക്കാൻ നമുക്ക് ആർക്കും തർക്കമുണ്ടോ? ഇല്ല. അവിടെ രണ്ടാമത് സ്ഥാനാർത്ഥിയായിരിക്കുന്ന നമ്മുടെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മോൻസ് ജോസഫ് MLA ഒട്ടും വിരോധമില്ല, അദ്ദേഹം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. മൂന്നാമത് എന്റെ ഇടസൈഡിലിരിക്കുന്ന മോൻസ് ജോസഫ് പറയുന്നത് നമുക്ക് DCC പ്രസിഡന്റ് വേണം. യാതൊരു തർക്കവുമില്ല. കോട്ടയത്ത് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുമ്പോൾ DCC പ്രസിഡന്റ് വേണ്ട, എനിക്ക് തർക്കമില്ല. നാലാമത് അദ്ദേഹം എറണാകുളത്ത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, പാർട്ടി ജില്ലാ പ്രസിഡന്റ്, ഇതുവരെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഇല്ലാതെ ഇവിടെ ഒരു എറണാകുളം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ടില്ല, ഇതുവരെ ചരിത്രത്തിൽ കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ പേര് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേര് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു വേറെ ചില സാമുദായിക പ്രാതിനിധ്യം വേണം. ഞാൻ ഒന്നും വിടാറില്ല, എനിക്ക് വേണ്ടെന്നും പറയാൻ പറ്റുകയില്ല, വേണമെന്നും പറയാൻ എന്നെ കയറ്റിയില്ലെങ്കിൽ ഞാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കാൻ ഞാൻ സൈഡിൽ മാറിയിരുന്നു. അപ്പൊ എന്നെ അവിടെ നിന്ന് വെട്ടി. അത് കഴിഞ്ഞ് ഞാൻ വളരെ വിഷമം പോയി ഇരിക്കാതിരിക്കാൻ പറ്റുമോ? ജില്ലാ പ്രസിഡന്റിനെ അല്ല, ജില്ലാ പ്രസിഡന്റ് ചെന്നില്ലെന്നേ വരുള്ളൂ നോമിനേഷൻ കൊടുക്കുമ്പോൾ. ഞാൻ ഒരു പ്രവർത്തകനെ പോലെ ഞാൻ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ ഗേറ്റിന് മുമ്പിൽ പോയി അവിടെ ഗേറ്റിൽ തൂങ്ങി നിന്നു. ഗേറ്റിൽ തൂങ്ങി നിന്ന് അതിനുശേഷം എനിക്ക് വലിയ മാനസികമായ ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ അതിനുശേഷം നമ്മുടെ റോഡ് ഷോ നടക്കുമ്പോൾ ആ വണ്ടിയെ കയറണ്ട എന്ന് കൊണ്ട് ഞാൻ മനോഷം കൊണ്ട് ഞാൻ പതുക്കെ മാറുന്നപ്പോൾ നാട്ടിലെ സുരേഷ് ശ്രദ്ധിച്ചു. സുരേഷ് മഞ്ഞക്കടമ്പിനെ വിളിക്കുന്നു, മൈക്കോട് വിളിച്ചു വന്നു, ഉറക്കെ വിളിച്ചു വന്നു, എന്നെ വിളിച്ച് വണ്ടിയെ കയറി. ഞാൻ ആ വണ്ടിയെ കയറി കോട്ടയത്തെ നമ്മുടെ ഗാന്ധി പ്രതിമയ്ക്ക് വരെ വന്നു. അത് ഞാൻ ഇറങ്ങിപ്പോയി. നിങ്ങൾ എപ്പോഴും പത്രം ഉണ്ടല്ലോ, പിറ്റേ ദിവസം ആ പത്രത്തിൽ പോലും എന്റെ പേര് കൊടുക്കാൻ ഇയാൾ സമ്മതിക്കില്ല. അത്രയ്ക്ക് നികൃഷ്ടമായ ഞാൻ ഇപ്പോഴേ MLA മുൻ മന്ത്രിക്ക ഒരു KSCക്കാരന്റെ മനസ്സേ അദ്ദേഹത്തിന് വളർന്നിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ ഞാനല്ലാതെ മറ്റൊരാളും പാടില്ല എന്നുള്ള ആ നികൃഷ്ടമായ ചിന്തയാണ് ഞാനിപ്പോൾ ഇപ്പൊ ഈ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിനും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഞാൻ പറയാമെന്ന് പറഞ്ഞു മോൻസുള്ള മുന്നണിയിലും മോൻസുള്ള പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കില്ല എന്ന് വളരെ വേദനയോടുകൂടി പറഞ്ഞ. പക്ഷെ നിങ്ങളൊക്കെ ഓർക്കണം, ഞാൻ അന്നും ആലോചിച്ചില്ല. ഈ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഒരാളോടും വേണ്ടിയില്ല ഞാൻ രാജിവെക്കുന്നത്. പക്ഷെ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് രാജിവെക്കാൻ ഒക്കില്ലായിരുന്നു. എന്നെ ആളുകൾ എന്റെ കയ്യിൽ കയറി പിടിക്കും, എന്നെ വിലങ്ങും എന്നറിയാവുന്നത് മാത്രം ഞാൻ ആരോടും കിട്ടാതെ ഞാൻ രാജിവെച്ചു. അതിനുശേഷം പറഞ്ഞു ഞാൻ ആരെയും പിടിക്കാൻ പോകുന്നില്ല, ആരെങ്കിലും ഇഷ്ടമുള്ളത് വന്നാൽ മതി. പക്ഷെ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ അവസാനം എനിക്ക് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് തന്നെ ഞാൻ BJP നേതൃത്വം ഞാനുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിക്ക് കോട്ടയം മുതൽ എല്ലാ ജില്ലാ ഈ 12-ാം തീയതിയോടുകൂടി തൃശ്ശൂർ വരെയുള്ള ജില്ലാ കമ്മിറ്റികൾ പൂർത്തീകരിക്കും. വരുന്ന മാസം 20-ാം തീയതിയോടുകൂടി 14 ജില്ലയിലും ജില്ലാ കമ്മിറ്റി പൂർത്തീകരിക്കും. 27-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഞങ്ങൾ കോട്ടയം സംഘടിപ്പിക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റ് നടയിൽ ധർണ, അതിനുശേഷം 1000 പേരെ പങ്കെടുപ്പിക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനം വരുന്ന ഓണത്തോടു കൂടി ഞങ്ങൾ കോട്ടയത്ത് സംഘടിപ്പിക്കും. 14 ജില്ലയിലും അത്ഭുതകരമെന്ന് പറയട്ടെ 100 കണക്കിന് ആളുകൾ കേരള കോൺഗ്രസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരിട്ട് BJPയിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം. പക്ഷെ കേരള കോൺഗ്രസ് വിവിധ കേരള കോൺഗ്രസിൽപ്പെട്ട നിരവധി നേതാക്കന്മാർ ഞങ്ങളോടൊപ്പം കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞ ഈ പാർട്ടിയെ പ്രഖ്യാപിച്ചപ്പോ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം കഴിഞ്ഞ കാലങ്ങളുടെ ഞാൻ അല്ലെങ്കിൽ ജില്ലകളിലൂടെ പോകുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഏതായാലും BJP സംസ്ഥാന നേതൃത്വം വളരെ പോസിറ്റീവായി അവർ ഞങ്ങളോട് ഇടപെടുന്നുണ്ട്. ഞങ്ങൾക്ക് പാർട്ടിക്ക് എല്ലാവിധമായ പിന്തുണയും നൽകുന്നുണ്ട്. പാർട്ടിയുടെ അംഗീകാരം ഉൾപ്പെടെ പാർട്ടി മുന്നെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവരെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാന്യമായ അംഗീകാരം അക്കോമഡേഷൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് NDA മുന്നണി നൽകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കരുതുന്നു, അത് ലഭിക്കും. ഏതായാലും ഇവിടെ എനിക്കൊറ്റ കാര്യം മാത്രമേ പ്രിയപ്പെട്ട മോൻസ് ജോസഫിനോട് സൂചിപ്പിക്കുവാനുള്ളൂ. അങ്ങ് ആരെയെങ്കിലും നിഷ്പ്രഭമാക്കാനായി രാഷ്ട്രീയം പ്രവർത്തിക്കാതെ അങ്ങയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ നിലപാടുകൾ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു. ഒരാളെ ഇല്ലാതാക്കി മറ്റൊരാളെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാനെല്ലാം ആകുമെന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം അത് അനുവദിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഇദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസിനൊന്നുമല്ല, ഞാൻ ചെയ്തില്ല. ഇത് നിങ്ങളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് തന്നേക്കാം. ഏതായാലും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഒരുപാട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ മക്കൾ രാഷ്ട്രീയം ഒന്നും ഉണ്ടാകുകയില്ല. എന്റെ മക്കളൊന്നും രാഷ്ട്രീയത്തിൽ വരികയില്ല. ഇനിയിപ്പോ എന്റെ വീട്ടുകാരെ എന്റെ മകനങ്ങൾ ഇറങ്ങി അടിച്ചു ഓടിക്കും എന്ന് പറഞ്ഞാല് പറഞ്ഞ് പൊരുത്തം പോയി തീർന്ന അറിയാവുന്ന ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഇവിടെ എല്ലാം മക്കൾ രാഷ്ട്രീയം മനസ്സിലായില്ലേ? ജോസഫ് സാറിന്റെ മകൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പകരം മോൻസ് പാർട്ടി പിടിച്ചാൽ മോൻസിന്റെ മകൾ ഇറങ്ങിയില്ലേ ആരെയിൽ പോകും? അതുകൊണ്ടാണ് ആ പാവം കൊച്ചിനെ ഇറക്കിയേക്കുന്നത്. ആ കൊച്ചിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം മകളെ ഇറക്കിയേക്കുന്നത് ഇനിയിപ്പം പിൻഗാമിയായി അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പാർട്ടി ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യമാണ്. ഞങ്ങളുടെ കുടുംബ രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവും ഇതിനെ വേറെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ഇടതുപക്ഷത്ത് എത്ര കേരള കോൺഗ്രസ്? ഒന്ന് ജോസ് കെ മാണിയുടെ വിഭാഗം, 2 ആർ ബാലകൃഷ്ണൻ പിള്ളയുടെ വിഭാഗം, പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ്, 3 കേരള കോൺഗ്രസ്, സ്കറിയ തോമസ്, 4 കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തുണ്ട്. എന്നാൽ UDP PJ സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി
പിന്നെ അനൂപ് ജേക്കബ് നേതൃത്വം രണ്ടും പാർട്ടിയുമുണ്ട്. പക്ഷെ NDAയിൽ അധികം കേരള കോൺഗ്രസ് ഉണ്ടാകില്ല. നിലവിലുള്ള കേരള കോൺഗ്രസുകൾ ഞങ്ങളുടെ ഒറ്റ കേരള കോൺഗ്രസ് ആയിട്ട് അവിടെ NDAയിൽ കാണും. ശക്തമായി ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കാർഷിക മേഖലയ്ക്ക് വേണ്ടി രൂപം കൊണ്ട കേരള കോൺഗ്രസ് ഇത് കലാകാലങ്ങളിൽ ഇതെല്ലാം ആ കാർഷിക മേഖലയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മക്കൾ രാഷ്ട്രീയത്തിലേക്ക് പോയെങ്കിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ എന്തായിരുന്നു കേരള കോൺഗ്രസിന്റെ ആശയം? കൃഷിക്കാർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും. ഇവിടുത്തെ വന്യമൃഗ ആക്രമണത്തിന് എതിരെ ഞങ്ങൾ ശക്തമായി നിലപാടെടുക്കും. അതോടൊപ്പം തന്നെ തെരുവുനായ ആക്രമണം ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഞങ്ങൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തും. കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് NDA മുന്നണിയുടെ ഭാഗമായി ഈ നാട്ടിലുണ്ടാവും. വികസന രംഗത്ത് കോട്ടയത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളുടേതായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ വഴി പ്രധാനമന്ത്രിക്ക് നൽകും. അത് വരും ദിവസങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൂടി ആലോചിച്ചതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ ധരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്തതിനു ശേഷം അത് ഞങ്ങൾ ധരിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പൊ ഇത് പിന്നെ യൂത്ത് ഫണ്ട് ഞങ്ങളുടെ പ്രശാസനങ്ങളോടും ഉടനെ ഈ 27-ാം തീയതിയാണ് നിലവിലാൻ പോകുന്നത്. 27-ാം തീയതി ഞങ്ങളുടെ 14 ജില്ലാ പ്രസിഡന്റുമാരെ അയക്കുന്ന എല്ലാ പ്രശാസനങ്ങളും 27-ാം തീയതി പ്രഖ്യാപിക്കും. അപ്പൊ മറുപക്ഷത്തൊക്കെ യൂത്ത് ഫണ്ട് ഇലക്ഷനൊക്കെ നിങ്ങൾ കണ്ടു കാണും. യൂത്ത് ഫണ്ട് PO സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു യൂവാക്കൾക്ക് വളരെ തിങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാന്ന് പറഞ്ഞു. അവിടെ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന ആരാന്നും പ്രായം എത്രയാന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. യൂത്ത് ഫണ്ടുകാരനാണ് യൂത്ത് ഫണ്ട് നിങ്ങൾ നോക്കണം. മാണി വിഭാഗത്തിലെ അവശിഷ്ട മാണി ഗ്രൂപ്പുകാരെ അവർ അവഗണിക്കും. മാണി വിഭാഗത്തിൽ നിന്നും അന്ന് അജിത് മുദ്രവലെ ഞാൻ കൊണ്ടുവന്നില്ല, നിങ്ങളോട് ചുക്കുമില്ലായിരുന്നു. അജിത് മുദ്ര യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കി അയാളെ എടുത്തൊന്ന് മാറ്റിയിട്ട് ഇപ്പോ ബഹുമാനപ്പെട്ട MLA-യുടെ സ്വന്തം കക്ഷിയാണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ ആക്കാൻ പരമ്പര കാരണങ്ങളുണ്ട്. അദ്ദേഹത്തെ ആക്കി. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടോ മാണി ഗ്രൂപ്പിന്റെ എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത് കോട്ടയം ജില്ലയില് മാണി ഗ്രൂപ്പിന്റെ തട്ടമാണ്. മാണി ഗ്രൂപ്പിന്റെ ആള് ജില്ലാ പ്രസിഡന്റ് ആണോ എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി. എന്റെ മാറ്റി ആരെ ആക്കിയത്? ജെയ്സൺ ജോസഫ്. മാണി ഗ്രൂപ്പിന്റെ ജില്ലയ്ക്ക് ആഗ്രഹിച്ചു, ഒന്നും ആയില്ല. KC ഇവിടെ മാണി ഗ്രൂപ്പിന്റെ കുറെ പേര് ആകാൻ ഒന്നും ആക്കിയില്ല. യൂത്ത് ഫണ്ട് ആക്കാൻ ഒന്നും ആക്കിയില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു കച്ചവട സംവിധാനമായി മാറിയിരിക്കുന്നു. PJ ജോസഫ് സാറിന് ഇന്ന് മോൻസിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കേണ്ട അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേടുണ്ടായതിൽ ഞാൻ ദുഃഖിക്കുന്നു. അദ്ദേഹം ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ പലവട്ടം നിരന്തരം എന്നെ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരണം. ഞങ്ങൾ ഒരിക്കലുമില്ല. മോൻസ് ജോസഫുള്ള മുന്നണിയിലും പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശ്വസിച്ച മനുഷ്യൻ നമ്മുടെ ഉപദ്രവിച്ച് നമ്മുടെ പരമാവധി ഉപദ്രവിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക എത്തുന്നപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ഞാൻ ഒരു തരത്തിലും ആരെ അറിയിക്കാതെ ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു NDA മുന്നണി 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ചു. അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ NDA മുന്നണിയുമായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ടോ ഒരു ചർച്ചയും നടത്തിയില്ല. ഞാൻ ആരോടും വേണ്ടിയില്ല. ഞാൻ വന്ന് പത്രസമ്മേളനം നടത്തി. പത്രക്കാർ പോലും അന്ന് എന്നോട് പലരും ക്ഷോഭിച്ചില്ല. ഞാൻ എനിക്ക് ആരോടും വിടാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് ഞാനത് നടത്തി പറഞ്ഞു. എവിടെയെങ്കിലും ലീക്കായാൽ അതിനു മുമ്പേ എന്റെ തല പോകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തു വിടാതെ പോയി. ഞാൻ പറഞ്ഞത് അപ്പൊ അത്ര സീക്രട്ടായിട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് രാജിവെക്കുന്നതിന് മുമ്പ് എന്നെ പുറത്താക്കുമായിരുന്നു. അവരെയായിട്ട് പറഞ്ഞേക്കാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മാറ്റി നിർത്തിയില്ലോ. മഞ്ഞക്കടമ്പൻ സജീവമല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത്. സജീവമല്ലായിരുന്നു മഞ്ഞക്കടമ്പനെ മാറ്റണമെന്നുള്ള ഡിമാൻഡ് ശ്രീ മോൻസ് ജോസഫ് വയ്ക്കുമെന്ന് കൃത്യമായി എനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനു മുമ്പേ ഞാൻ എന്റെ ജീവനം കൊണ്ട് ഓടിയത്. അല്ലെങ്കിൽ PJ ജോസഫിനോട് പറയുമ്പോൾ മാറ്റുമെന്ന് പറയും. അങ്ങനെ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനെ വിശ്വസിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഇടപെടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പലവട്ടം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞാൻ രാജിവെക്കുന്നത് 10 ദിവസം പോയി പറയും, ഇനി ഞാൻ സാറിന്റെ അടുത്ത് വരുന്നില്ല, പരാതി പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോന്നാണ്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ എല്ലാം കേൾക്കും. പക്ഷേ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സ്വഭാവം അദ്ദേഹത്തിൽ എന്താണോ മോൻസ് ജോസഫിന് അതിന് ഭയമുണ്ട്. അതുകൊണ്ട് ആദ്യം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഞാൻ പ്രിയപ്പെട്ട മോൻസ് ജോസഫിനെയും പ്രിയപ്പെട്ട ജോസഫ് സാറിനെയും ഇനി ശല്യം ചെയ്യാനില്ല എന്നുള്ള എന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. എന്നോട് പലരും പറയുമോ ഇത്രയും വലിയ മഹാസ്ഥാനം ജില്ലാ പ്രസിഡന്റ് സാറിന് UDF ചെയർമാൻ സാറും രാജിവെച്ച് മണ്ടത്തരമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മണ്ടത്തരമല്ല. UDF ജില്ലാ ചെയർമാനായി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയ ഒരു ബൊമ്മയെ പോലെ അവിടെ ഇരിക്കുന്നതിൽ എത്രയോ അന്തസ്സുണ്ട്. ഞാൻ രാജിവെച്ച് ഇറങ്ങി. നമുക്ക് സംസാരിക്കാൻ അവകാശമില്ലെങ്കിൽ, നമുക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ടോ അല്ല, നെഞ്ചും ഭരിച്ചതെന്ന് വർത്താനം പറയാനുള്ള ആർജവത്തോടുകൂടി ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലത്. ഈ കുനിയിൽ നിന്ന് പലവരുടെയും മാട്ടും തുപ്പും കേട്ട് രാഷ്ട്രീയം നടക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള ബോധ്യത്തിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പുതിയ സംവിധാനത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ
ഞങ്ങളുടെ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരുടെയും അങ്ങോട്ട് സഹായം കൊണ്ട് കൂടുതൽ സഹായം. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ശൈശവ ദശയിലാണ്. ഇപ്പൊ എല്ലാവരും ഇതൊരു പാർട്ടിയാണ്, ഇതിങ്ങനെ വാർത്ത കൊടുക്കുന്നത് പലരും ചോദിച്ചു. ഞങ്ങളുടെ വാർത്ത വരാതിരിക്കാൻ, ഞങ്ങളുടെ പ്രവർത്തനം തുടരാതിരിക്കാൻ ഒത്തിരി ശ്രമം നടക്കുന്നുണ്ട്, പത്രക്കാരുടെ ഇടയിലില്ല, അവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നമ്മൾ NDAയുടെ പ്രധാനപ്പെട്ട കക്ഷിയായി ഞങ്ങൾ വരും ദിവസങ്ങൾ ഉണ്ടാവും. ഈ നാടിന്റെ വികസനത്തിന് ഞങ്ങൾ നല്ല നിലയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ തന്ന എല്ലാ വിധമായ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു. നന്ദി. ഇതങ്ങോട്ടേ നമ്മുടെ പഴയ നമ്മുടെ ജില്ലാ ക്യാമ്പ് കേരള കോൺഗ്രസ് ഒരു പരിപാടി നടത്തി. ഇതില് ഞാൻ പറഞ്ഞല്ലോ, നടത്തിയതിന്റെ 3 ഫോട്ടോയും പരിപാടി ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. ഞങ്ങൾ കണ്ടു. മോൻസോട്ടൊരു പ്രശ്നമില്ല. എനിക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ജോസ് കെ മാണിയേക്കാൾ ഭീകരനാണോ മോൻസൺ ചോദിച്ചു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞില്ല, അതേ പറയാം. ഒരു സിനിമ, മലയാള സിനിമ ഞാൻ കണ്ടതാ. അത് ഈ ബാലങ്കേതായാലും ഒരു വില്ലൻ കഥാപാത്രമാണ്, TG രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. അപ്പൊ ഏതോ ഒരു പെൺകുട്ടി അതിലെ നടന്നു പോയപ്പോ അത് മഴ വന്നപ്പോ ഓടി ചെന്ന് മഴ നനയാതെ കയറി ബാലങ്കേതാരെ വീട്ടിലേക്ക് പോയി. ബാലങ്കേതാരത്തിനെ പീഡിപ്പിക്കാൻ തുടങ്ങി ഈ പാവം പെങ്കൊച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ ഓടിക്കരുത്, TGയുടെ വീട്ടിലായി പോയി. അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. ജോസ് കെ മാണിയുടെ വീട്ടിൽ ഇറങ്ങി, ബാലങ്കേതാരായ ജോസ് കെ മാണിയുടെ വീട്ടിൽ ഇറങ്ങിയാൽ TGയുടെ വീട്ടിലായി കയറി പോയത്. അതാ പറ്റിപ്പോയത്. അത്ര വ്യത്യാസമുള്ളൂ. ഈ ബാലങ്കേതാരെ കൂടി വന്നാല് ഈ നമ്മളെ സിനിമയിലെ കാണാൻ പറയല്ലോ, അത് ഓടിച്ചിട്ട് ഒരു പാടോ. പക്ഷേ TG രവി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആളാ ഈ സിനിമയിൽ. അപ്പൊ പക്ഷെ ഞാൻ ആ ബലാത്സംഗത്തിന് ഇരയാളാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. അതാണ് സംഭവിച്ചത്. അത്രേ ഉള്ളൂ. കേട്ടില്ല. അല്ല, ഞാൻ അവരെനിക്ക് എന്നെ കൈ തന്നവരെന്നെ 2 കേസ് സ്വീകരിച്ചല്ലോ, ഓർമ്മയില്ലോ. അവര് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മാന്യമായ പരിഗണന ഇതുവരെ തന്നിട്ട് നാളെയും തരുമെന്ന് പ്രതീക്ഷിക്കും. അതാണ് എന്റെ ചോദ്യം. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോൻസന്റെ ഉറ്റ സന്തത സഹചാരി എന്നെ വിളിച്ചു, വീട്ടിലേക്ക് വരുത്തി. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നോട് മഞ്ഞക്കടമ്പ മോൻസ് ജോസഫ് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ 1ാം സീറ്റ് കിട്ടിയാണ് മഞ്ഞക്കടമ്പനാണ്. ജോസഫ് വിഭാഗം ഇപ്പോഴും പുള്ളി ജോസഫില്ല, പുള്ളി ആത്മാർത്ഥകളാണ്. എന്നിട്ട് പറഞ്ഞു മഞ്ഞക്കടമ്പ ഡിഗ്രി സീറ്റ് കിട്ടുമെന്നോ. ഞാൻ ചേട്ടാൻ ചോദിച്ചു, മോൻസ് തരില്ലെന്നോ. ഞാൻ പറഞ്ഞു, മോൻസ് ഞാൻ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല, അതേപോലെ വളരെ ലോകത്തിലാ, എനിക്ക് അതിലല്ല മഞ്ഞക്കടമ്പ. മഞ്ഞക്കടമ്പനെ പോലെ കോട്ടയത്തിൽ MLA ആയാൽ മോൻസിന്റെ ഗ്രേസ് പോകും, അതുകൊണ്ട് പുള്ളി തരികയില്ല എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതിലില്ല പരിഹാരം. ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന് കാല് പിടിക്കാൻ ക്ഷമ ചോദിക്കാം. അതില്ലല്ലോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. പക്ഷേ മഞ്ഞക്കടമ്പൻ കൂടെ എവിടെ MLA ആയാലും പുള്ളിയുടെ ഗ്രേസ് പോകുന്ന പുള്ളിയുടെ ആ ദുഷിച്ച ചിന്ത, അതാണ് എന്നോടുള്ള വൈരാഗ്യം. കാര്യമില്ല. എനിക്ക് അന്ന് നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും അന്ന് ജോസഫ് വിഭാഗത്തിൽ നിന്ന് വന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റായ എനിക്ക് മോൻസ് ജോസഫ് കഴിഞ്ഞാൽ സീറ്റ് തന്നിട്ടില്ലേ 2ാമത് സീറ്റാക്കി ഒരു ചിന്തിക്കാവുള്ളൂ. ചെയ്തില്ലല്ലോ. അവരെ ചെയ്തതിനാ അപ്പുറം പ്രിൻസ് ലൂക്കോസിനെ വിളിച്ചു പോകുന്നു. മാണി ഗ്രൂപ്പ് ചെയ്തതിനേക്കാൾ അപ്പുറം ചെയ്തില്ലേ. അന്ന് കുഞ്ഞാലും എനിക്ക് ഇതിനെ സംഭവിച്ചു. എന്നെ രംഗത്തിറങ്ങാൻ പറഞ്ഞു, മറുപക്ഷത്ത് തന്നെ വിളിച്ചുകൊണ്ടുപോയി സീറ്റ് കൊടുത്തു. അതേ അവസ്ഥ, അതിൽ ക്രൂരമായ അവസ്ഥ ഇവിടെ ഉണ്ടായി. ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തുമ്പോൾ ഈ വക്രബുദ്ധിയോടുകൂടി അപ്പുറത്തെ പ്രിൻസ് ലൂക്കോസിനെ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതൊക്കെ സൈഡിലൂടെ കടത്തി കയറ്റി അവന് സീറ്റ് കൊടുത്തു വിട്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ അങ്ങനെയുള്ള വൈരാഗ്യം. മഞ്ഞക്കടമ്പനെ പോലെ ഒരു മാണി ഗ്രൂപ്പുകാരൻ കോട്ടയം ജില്ലയിൽ MLA ആണ്. ഇത് ജോസഫ് ഗ്രൂപ്പാന്നാ പറയുന്നത്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ജോസഫ് ഗ്രൂപ്പ് എന്നല്ല, ഞാൻ മാണി സാറിനൊപ്പം ആയിരുന്നു. കേരള കോൺഗ്രസ് പി ജോസഫിന് നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിയിൽ ഞാൻ ചേർന്നു, പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞ അക്ഷരത്തിൽ പറഞ്ഞാൽ എന്റെ ചോര പിഴിഞ്ഞു കുടിച്ചു, ചോര അല്ലെങ്കിൽ നീരൂറ്റി എടുത്തു ജോസ് കെ മാണിയെ കൊല്ലാൻ, അല്ലെങ്കിൽ ജോസ് കെ മാണിയെ അടിക്കാനുള്ള വടിയായി കഴിഞ്ഞ 4 വർഷം എന്നെ ഉപയോഗിച്ചു. ഈ കോട്ടയം ജില്ലയിൽ മാണി വിഭാഗത്തെ ഇല്ലാതാക്കാൻ ഉള്ള വടിയായി എന്നെ ഉപയോഗിച്ചു. എന്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ആ വടി അവർ ഒടിച്ചു കളയാൻ ശ്രമിച്ചു. പക്ഷെ ഒടിയുന്നതിന് മുമ്പ് ഞാൻ ചാടി ഓടി. അതേ ഉള്ളൂ, എന്നെ ഒടിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരാളുടെ മുമ്പിൽ കുഞ്ഞു നിൽക്കാം, കുഞ്ഞ് നമ്മുടെ മുഖത്തോടെ കയറിപ്പോട്ടെ ആൾക്കാർ. പക്ഷെ കുഞ്ഞൊന്ന് അവസാനം ചവിട്ടുകൊണ്ട് നമ്മുടെ മുതുക് ഒടിയും എന്ന് തോന്നിയാൽ നമ്മൾ മാറണം. ഞാൻ ആ കുഞ്ഞൊന്നും പരമാവധി ചവിട്ടി ആളുകൾ കയറട്ടെ, പക്ഷെ അത് നമ്മുടെ നടുവൊടിയും എന്ന ബോധ്യം വന്നപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. പിന്നെ കുറെ പേരുണ്ടല്ലോ, ജോയി ബ്രാസർ ഉൾപ്പെടെ അവരൊക്കെ അതിന്റെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്, അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാറുണ്ട്. അതല്ലേ പറഞ്ഞ പാർട്ടിയുടെ പോഷക സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറാണ്, പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാ. എനിക്കറിയില്ല, അവിടെ ഒന്ന് ചോദിക്കണം. അതിനും 2 ദിവസങ്ങളിൽ അവർ പറയട്ടെ. അപ്പൊ ഞാൻ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരിക്കും. ഞാൻ നോക്കിയപ്പോ എന്നെ സംബന്ധിച്ച് അവർക്ക് ആർക്കും തിരിച്ച് ജോസ് കെ മാണിക്ക് പോകാൻ പറ്റില്ലായിരിക്കാം, അല്ലെങ്കിൽ LDP പോകാൻ പറ്റില്ലായിരിക്കാം.
പക്ഷെ ഞാൻ നോക്കി, എങ്ങോട്ടും നോക്കിയില്ല. ഞാൻ ഈ ചെകുത്താനൊപ്പം അതൊന്നും എനിക്കറിയത്തില്ല, ആര് വന്നാലും സ്വീകരിക്കും. ഈ ചെകുത്താനൊപ്പം പ്രവർത്തിക്കുന്നില്ല എന്ന ഒറ്റ തീരുമാനം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. വേറൊന്നും ചിന്തിച്ചില്ല, എങ്ങോട്ടും എന്ന് ആലോചിച്ചില്ല. വരുന്നത് കാണാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ എല്ലാ ആളുകളും, എല്ലാ മുന്നണിക്കാരും ക്ഷണിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒരു ആത്മവിശ്വാസം. ഈ പ്രിയപ്പെട്ട വി എൻ വാസവൻ ഉൾപ്പെടെ, ജോസ് കെ മാണി ഉൾപ്പെടെ എന്നെ സ്വാഗതം ചെയ്തു. അപ്പോൾ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇതൊക്കെ വീക്ഷിച്ച് അവർ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചു. ഈ ഒരു പ്രത്യേക അങ്ങനെ അവർ വരുമെന്ന് കരുതിയില്ല. വന്നു സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും അല്ലെങ്കിൽ സൂട്ടബിൾ ഇതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ചീത്ത വിളിക്കാൻ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അത് പറയാതിരിക്കുന്നു. വികസന കാര്യങ്ങൾ എന്താ, അത് മോദി കുഴപ്പക്കാരാണ്, വർഗീയവാദിയാണെന്ന് മാത്രമുള്ള ക്ലാസ് മാത്രമേ ഞാൻ ഇതുവരെയും കേട്ടിട്ടുള്ളൂ. ആ ക്ലാസ് നമ്മൾ കേട്ടിങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്തായാലും വികസന രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് സാധിപ്പിക്കാം. കഴിഞ്ഞ ദിവസം അടുത്ത ഒരു മാർക്സിസ്റ്റുകാരൻ, എന്റെ അയൽവാസിയാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താ പരിപാടി? KSCB ജീവനക്കാരൻ, റിട്ടയറായി. പറഞ്ഞപ്പോ സോളാർ പാനലിന്റെ പരിപാടിയാണ്. അപ്പൊ ഞാൻ ഈ സോളാർ പാനൽ എങ്ങനെയാ വീട് വെച്ചാൽ സ്ഥാപിക്കാം? അപ്പൊ 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സോളാർ പാനൽ നമുക്ക് സ്ഥാപിക്കാം. അപ്പൊ ഞാൻ ചെന്നിട്ട് കൊടുത്തത് പറഞ്ഞു, 3 ലക്ഷത്തിന് 85,000 രൂപ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചു. പുള്ളി CPM-കാരനാണ്. പുള്ളി ഒരു സംസ്ഥാന ഗവൺമെന്റിന് 0 ആണ്, ഒന്നുമില്ല. 40,000 രൂപ കൊടുക്കൂ, അതുപോലെ കൊടുക്കില്ലെന്ന്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ പണമാണ് കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെതാക്കി മാറ്റി. നമുക്കറിയാം മറ്റേ ജലജീവൻ മിഷൻ പദ്ധതിയൊക്കെ അതെല്ലാം കേരളത്തിൽ കുളവാക്കുക. ഞാൻ പറഞ്ഞു, വികസനം നടക്കണമെങ്കിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിയ വികസനങ്ങളിലും നമ്മുടെ ആകർഷണമായിട്ട് തന്നെയാണ് നമ്മളിപ്പോ നിലവിൽ ഈ മുന്നണിയുമായി ചേർന്ന് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ പാർട്ടി വരും ദിവസങ്ങളിൽ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഞങ്ങൾ നടത്തും. എനിക്കറിയത്തില്ല ഇപ്പൊ രാജ്യസഭ ഒരു കരക്കമ്പിയില്ല, ഞാൻ കേട്ടിട്ടുമില്ല കരക്കമ്പി. അപ്പൊ ഇതേ ഉള്ളൂ. ജോർജ് കുര്യനെ അദ്ദേഹം തന്നെ പറഞ്ഞു, അത് ക്രിസ്ത്യാനിയുടെ പ്രതിയായിട്ട് മന്ത്രിയായതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം BJPയുടെ പ്രതിയായിട്ടാണ് മന്ത്രിയായിരുന്നു. ഏതാ അല്ല രാജ്യസഭയോ ഇനിയിപ്പം കേന്ദ്രമന്ത്രി ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അത് നിൽക്കട്ടെ, ഇത് വന്നിട്ടില്ല. അതൊന്നും വേണ്ട, നമുക്കതൊന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടത്താറുണ്ട്. കേന്ദ്രമന്ത്രി നമുക്ക് വേണ്ട, അതൊക്കെ ദീർഘകാലം BJP പ്രവർത്തിച്ച ആളാകട്ടെ. അതല്ല, നമുക്ക് അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഭാരിച്ചു തോന്നില്ല. ഇപ്പൊ 14 ജില്ല കൂടെ പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടായ ഇപ്പൊ ജില്ലാ കമ്മിറ്റി ഉണ്ടാകണം, സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകണം. ചിലപ്പോൾ രാവിലെ പോകുന്ന ഇറങ്ങാൻ രാവിലെ നിങ്ങൾ കാണുന്നത്. ഇപ്പം അടുത്ത ദിവസം 19, 20, 21 തീയതികളായിട്ട് 6 ജില്ലകളിലെ കമ്മിറ്റി കൂടെ എടുക്കാൻ ഡേറ്റ് ഇട്ടു. അതുകൊണ്ട് തീർന്നു മുഴുവനാവും. 27-ാം തീയതി ഞങ്ങൾ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നേതൃയോഗം ഞങ്ങൾ എല്ലാവരുടെ കൂട്ടിക്കൊണ്ട് നടത്തും. അപ്പൊ എല്ലാവർക്കും ഇത് നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു. ഇത് അതുകൊണ്ട് ദിവസം വേറെ ഒന്നും ഇല്ലെങ്കിൽ നിർത്താം. ഏതാ അത് ഞങ്ങൾ പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം NDAക്ക് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ പരിഗണിക്കുമെന്ന് പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സന്ദർഭം കോട്ടയത്ത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് ആശങ്കയില്ല. അത് ഒരു 2 മാസം കൂടി പോയിരുന്നത്. പിന്നെ നമുക്ക് അക്കോമഡേഷന്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞത് അത് ചെയ്തു തരും. അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെന്നോ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള നാളെ ചെയ്യണം, നാളെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ രാജ്യത്തൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇതുപോലെ ചതി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതുപോലെ ചതി ഉണ്ടാവില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ ചതിക്കാൻ മോൻസിനെ പോലുള്ള ആളുകൾ അവിടെ ഇല്ല. അതുകൊണ്ട് അപ്പൊ ഇവിടെ ഈ ആ കോംപ്ലക്സ് ഉള്ള ആളില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മോൻസിന്റെ വിഷയം മോൻസിന് പുള്ളി മതി, പുള്ളിയുടെ കാര്യങ്ങൾ മതി. ഇപ്പം മകളെ കൂടെ ഇറക്കി, മകളും മതി, വേറെ അപ്പുറത്തൊന്നുമില്ല. മോൻസ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു MLA, ഒരു മന്ത്രി, അനൂപ് ജേക്കബിന്റെ പാർട്ടി പോലെ കേരള കോൺഗ്രസിനെ ആക്കുക എന്നുള്ളതാണ് മോൻസിന്റെ ലക്ഷ്യം. അതിൽ അദ്ദേഹം വിജയിക്കാൻ സാധ്യതകളുണ്ട്. ഈ തവണ PJ ജോസഫ് സാർ അടുത്ത പ്രാവശ്യം മത്സരിക്കുന്നില്ലെങ്കിൽ ആ തൊഴിലുകൾ ചിലപ്പോൾ പോയെന്നിരിക്കും. അവിടെ ആരിറങ്ങിയും അനുസരിച്ച് പോയെന്നിരിക്കും. അപ്പൊ പിന്നെ പുള്ളിക്ക് ഇവിടെ അഭ്യാസം നടത്തി ജയിക്കാമെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പുള്ളി പണം ഉള്ളതുകൊണ്ടാണ് പുള്ളി ചെയ്യുന്നത്. നേരിട്ട് പ്രാവശ്യം പറഞ്ഞാൽ മഞ്ഞക്കടപ്പ ഞാൻ ആദ്യം മത്സരിച്ചു, ജയിച്ചു, പിന്നെ തോറ്റു. പിന്നെ എനിക്ക് പണം ഉണ്ടായപ്പോൾ ഞാൻ വലിച്ചെറിയാൻ ജയിച്ചത് നേരിട്ട് പറഞ്ഞിട്ടില്ല, കടന്നിട്ടില്ല. അപ്പൊ പൈസ കൊടുത്ത് ജയിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, പണം എത്രയുണ്ടെങ്കിലും നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ റേഷൻ കട നടന്ന മോശം, റേഷൻ കടക്കാരന്റെ മകനായി സാധാരണക്കാരനായി ജീവിച്ച മോൻസ് ജോസഫ്, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാം, ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പുള്ളി പെട്ടെന്ന് മന്ത്രി അബദ്ധത്തിൽ മനസ്സാർന്ന് PC തോമസിനെ ഇറക്കി, അതായത് PM മാത്യുവിനെ തോൽപ്പിക്കാൻ
മാണി ജേക്കബ് ഗ്രൂപ്പ് വളർന്നപ്പോൾ കലങ്കോടിൽ മാണി ജേക്കബ് ഗ്രൂപ്പ് വളർന്നപ്പോൾ PM മാത്യുവിനെ തോൽപ്പിക്കാനായി മാണിസാർ UDP മാണിസാർ ചെയ്തു. പഴയ മുൻ MLA CPI PC തോമസിനെ പഠിച്ചാൽ വിട്ടു. അയാൾക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം വോട്ട് ചെയ്തപ്പോൾ അബദ്ധത്തിൽ ഇയാൾ ജയിച്ചു പോയി. അതിനുശേഷം PJ ജോസഫ് സാറ് മന്ത്രി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയാം. PJ ജോസഫ് സാറിന് വിമാന വിവാദം ഉണ്ടായതിൽ പോലും ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഉപയോഗിച്ചാണ് പുള്ളി അത് PJ ജോസഫ് സാറിന്റെ ആ വിഷയം ഹൈലൈറ്റ് ചെയ്തു. ആരാ നിങ്ങൾക്കറിയാം, പേര് പറയുന്നില്ല. അപ്പം ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിച്ചു. PJ ജോസഫ് സാർ രാജിവെച്ചു. അതിനുള്ള ഒരെണ്ണം TU കുരുളാഞ്ചേട്ടൻ മന്ത്രിയായി. ഞാൻ പറഞ്ഞത് തെറ്റാണെ പോലാണ്, ഞാൻ തിരുത്താം. ആ മന്ത്രിയായപ്പോ TU കുരുളാഞ്ചേട്ടനെ മണ്ണ് വിവാദം ഉണ്ടാക്കി. അതാരാ? ആ MLA കൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യിപ്പിച്ചു. മണ്ണ് വിവാദം ഉണ്ടാക്കി TU കുരുളാഞ്ചേട്ടനെ രാജിവെപ്പിച്ചിട്ടാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. ഇതൊക്കെ സത്യമാണ്. അപ്പൊ PJ ജോസഫ് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ആ പാർട്ടി അന്വേഷിക്കട്ടെ, അതിനകത്ത് കോൺഗ്രസ് പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് മാതിരി ചതിയുള്ളവരോടൊപ്പം പ്രവർത്തിക്കാതെ അപകടത്തിൽപ്പെടാതെ, ഞാൻ പറഞ്ഞത് TG രവിയുടെ വീട്ടിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥയിൽ പെട്ടുപോകാതെ ഓടി രക്ഷപ്പെടാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എന്തെങ്കിലും കാരണം കാണും, എന്തെങ്കിലും അങ്ങനെയുള്ള കാരണങ്ങൾ കാണാം. PJ ജോസഫ് സാറ് മോൻസ് ജോസഫിനെ വിട്ടിട്ടൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ബോധ്യം അത്രയും ഞാൻ കഴിഞ്ഞ 3 വർഷക്കാലം ബോധിച്ചപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. എന്നെ ചീത്ത വിളിച്ചൊക്കെ ഞാൻ ജോസഫ് സാറിനെ കൊണ്ട് കേൾക്കും. സാറൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കും. അതാ മോൻസിനെ എല്ലാം വിളിച്ചത്, മോൻസ് ഇനി മര്യാദയ്ക്ക് പോകണം, നിങ്ങൾ യോജിച്ചു പോകണം എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. UDF ജില്ലാ ചെയർമാൻ അടുത്തോട് പോയപ്പോൾ അദ്ദേഹം തടഞ്ഞില്ല. ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ജില്ലാ പ്രസിഡന്റായ എന്റെ അടുത്തോട്ട് പോകുമ്പോ തടഞ്ഞില്ല. നിങ്ങൾ ഓർക്കണം, അന്തസ്സുള്ള MLA മാര് ആരൊക്കെയാ? മാണി സി കാപ്പൻ, ചാണ്ടി ഉമ്മൻ, അനൂപ് ജേക്കബ്, ഇവരാരും ഓപ്പറേഷൻ കൊടുക്കാൻ വന്നില്ലല്ലോ. അവര് മാറുന്നു. ചാണ്ടി പറഞ്ഞതല്ല, അത് ജില്ലാ പ്രസിഡന്റുമാര് കേട്ടാൽ ചാണ്ടി ഉമ്മൻ മാണി സി കാപ്പനൊക്കെ മാറി. എന്തുകൊണ്ടാ മാതൃക കാണിച്ചില്ല? ഇവിടെ ഈ MLA ആയിരിക്കുന്ന മോൻസ് ജോസഫ് ഇതിന്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഏറ്റെടുക്കേണ്ട കാര്യമുള്ളൂ. നോമിനേഷൻ കൊടുക്കുമ്പോൾ കാണേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ 5 MLA ഗവൺമെന്റ് സമ്മതിക്കാം. അവര് ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ രക്ഷാധികാരികളായിട്ട് അവരിന്നുകൊണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ, നമ്മുടെ നാട്ടക സുരേഷ്, സജി മഞ്ഞക്കടനെ പോലുള്ള ജില്ലാ പ്രസിഡന്റുമാരെ മുമ്പിൽ നിർത്തിക്കൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതല്ലേ അന്തസ്, അതല്ലേ മാന്യത, അതല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. അത് ലംഘിച്ചതിന് വേണ്ടിയാ സജി മഞ്ഞക്കടമ്പൻ എന്നയാൾ ഫ്രെയിമിൽ വരാൻ പാടില്ല. സജി മഞ്ഞക്കടമ്പൻ മാറി നിൽക്കുന്നു, വിട്ടു നിൽക്കുന്നു എന്നുള്ള ധ്വനി ഉണ്ടാക്കി മഞ്ഞക്കടമ്പനെ മോശക്കാരനാക്കി ഞങ്ങളെ വെടക്കാക്കി തനിക്കാക്കാനുള്ള നീക്കം അദ്ദേഹം നടത്തി. ഞാൻ വെടക്കാകാതെ ഞാൻ അങ്ങ് മാറിയിച്ചു. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മൂന്നംഗ ബിനാമി ടീമുണ്ട്. ഒന്ന് മുത്തോലി ഭാഗത്ത് വരും, ഒന്ന് പുതുപ്പള്ളി ഭാഗത്ത് വരും, ഒന്നിപ്പോ ഈ ആയിരിക്കുന്ന അടുത്ത പേര് പറഞ്ഞത്. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അവരാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അവരുടെ വീടുകളിലും ഒക്കെ സ്ഥിരമായി അദ്ദേഹം ഉണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം സ്വകാര്യമായ കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് തർക്കമില്ല. അല്ല, അതിപ്പം അത് NDA ഒന്ന് മത്സരിക്കണമെങ്കിൽ എന്റെ പാർട്ടി കൂടി തീരുമാനിക്കണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ മുന്നണിയിലേക്ക് എടുത്തിട്ട് ആ മുന്നണി പറയണം സീറ്റ് തരുവാന്ന്. എന്നാലല്ലേ. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അടുത്ത ചിലപ്പോ NDAക്ക് ചിലപ്പം അവരുടെ പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ അവര് സീറ്റ് തരുമോ? ഞങ്ങൾക്ക് അല്ല, അതെ, ഞങ്ങൾക്ക് ഏതൊക്കെ സീറ്റ് മത്സരിക്കാൻ തരുമെന്ന് കാണട്ടെ. കണ്ടിട്ട് ഞങ്ങളുടെ പാർട്ടി കൂടി. അല്ല, മോൻസിനോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ വണ്ടി ഇടിപ്പിക്കാനും പോകുന്നില്ല, വെടിവെക്കാനും പോകുന്നില്ല. അല്ല, ചിലപ്പോൾ സാഹചര്യം അനുസരിച്ചാൽ ചിലപ്പോൾ മത്സരിച്ചിരിക്കും. എനിക്ക് ഒരു ഭയവുമില്ല. മോൻസ് അല്ല ആരോട് അല്ല, അതല്ലേ അത് പറയട്ടെ. എനിക്ക് എവിടെ കോട്ടയം ജില്ലയിൽ എവിടെ മത്സരിക്കുന്നത് എനിക്ക് വിരോധമില്ല. ഞാൻ അയാളോട് കഴിഞ്ഞ പ്രാവശ്യം PJ ജോസഫ് പോയി ഇവിടെ ഇരിക്കൂറുണ്ട്, നമ്മുടെ തൃക്കരിപ്പൂർ പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇവിടെ രമ്യയുടെ മണ്ഡലത്തിലോട്ട് പറഞ്ഞല്ലോ. തൃക്കരിപ്പൂർ മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ കോട്ടയം ജില്ല ചെയർമാനായി ഞാൻ കോട്ടയത്ത് മാത്രമേ സീറ്റുണ്ട് മത്സരിക്കുന്നു. കോട്ടയം ജില്ലയിൽ NDA എനിക്ക് ഒരു സീറ്റ് തന്നാൽ ഞാൻ മത്സരിക്കും. അത് ഏത് സീറ്റും നോക്കുകയല്ല മത്സരിക്കും. അതെ, അവിടുത്തെ എന്റെ പോളിസി വിട്ട് പോകത്തില്ല. ഞാൻ മത്സരിച്ച NDA എനിക്ക് കോട്ടയം ജില്ല സീറ്റ് തന്നാൽ ഞാൻ മത്സരിക്കും. ഇല്ലെങ്കിൽ മത്സരം എനിക്ക് വാശിയൊന്നുമില്ല മത്സരിക്കണമെന്ന്. ഇനി അല്ല, ഞാൻ പറഞ്ഞില്ല BJPയുടെ വോട്ടോ വാങ്ങിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ. BJPക്കാരുടെ അവർ കൊടുത്തൊന്നും അവരെ പറയണം, എനിക്കറിയത്തില്ല. ഇപ്പൊ NDAയിലാണല്ലോ. അപ്പൊ എനിക്കറിയത്തില്ല BJPയുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. കേരള കോൺഗ്രസ് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരങ്ങനെ കൊടുക്കുന്നു വോട്ട്, അങ്ങനെ കച്ചവടം ചെയ്ത് വിലക്ക് കച്ചവടം ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഞാൻ വിശ്വസിക്കത്തില്ല. മോൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും BJPയുടെ വോട്ട് വാങ്ങിച്ചത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാവരും വോട്ട് വാങ്ങിക്കുന്നതാണ്. അവരെ അടുത്ത തവണ കാണാം എവിടുത്തെ വോട്ട് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറയും,
ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഞാൻ രാഷ്ട്രീയപരമായി എന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആക്രമിച്ചതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം കൊണ്ട് നടത്തേണ്ടി വന്നത്. സജി മഞ്ഞക്കടമ്പൻ വഞ്ചിച്ചത് എല്ലാം കേരള കോൺഗ്രസ് എല്ലാം നേടിയിട്ട് വഞ്ചി. ഞാൻ ഈ ജോസഫ് ഗ്രൂപ്പിൽ എന്ത് നേടി? ഞാൻ പഞ്ചായത്തിലേക്ക് പോയി ഞാൻ മത്സരിച്ചില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നെ പുറത്താക്കിയ ശേഷം അദ്ദേഹം ഞാൻ പുറത്തു പോയ ശേഷത്തെ പറഞ്ഞ മാധ്യമങ്ങളോട് അദ്ദേഹം എന്നാ പറഞ്ഞു, മഞ്ഞക്കടമ്പനോ വല്ല പഞ്ചായത്ത് വല്ല അവിടെ സീറ്റ് കൊടുക്കാൻ, പഞ്ചായത്തിനെ വല്ല കൊടുക്കാം, അതിന് പുറത്തുനിന്ന് കൊടുക്കാനുള്ള യോഗ്യതയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അയാൾ പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ല. ഞാൻ 2000 ഞാൻ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആളാണ്. അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഞാൻ പ്രവർത്തനം ആരംഭിച്ച് ഞാൻ പറയാം യൂത്ത് ഫണ്ടിന്റെ വാർഡ് പ്രസിഡന്റ് മുതൽ പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് വരെ ആയവനെ അല്ല. ഞാൻ ഇന്നലെ അങ്ങോട്ട് പൊട്ടി അബദ്ധത്തിൽ MLA ആയതല്ല. കെ എം മാണി സാറ് അന്ന് PM മാത്രം തോപ്പിക്കാൻ വേണ്ടി കാണിച്ച പണിയുണ്ട്. അബദ്ധത്തിൽ MLA ആയതല്ല. നമ്മളൊക്കെ അന്തസ്സായിട്ട് പണിയെടുത്ത് പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ കൈക്കാശും പോക്കറ്റിലെ കാശും മുടക്കി ഞാൻ രാഷ്ട്രീയം നടത്തിയിട്ടുണ്ട്. അതേ നമ്മളെ ആക്രമിച്ച് തിരിച്ചാക്രമിച്ചിരിക്കും. അതായത് കൊലകമ്പനാണല്ലോ മോൻസിന്റെ വലിയ കൂടി പുള്ളിയാണല്ലോ. നമുക്ക് അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് അപ്പോഴും മറുപടി പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. അവസാനിപ്പിക്കല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി. ഇതെല്ലാം തരാം. കിട്ടാത്ത